തൊഴിലുറപ്പ് പദ്ധതി അറിയേണ്ടതല്ല. ധാരാളം ആളുകളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ായിപ്പെട്ട പരാതികൾ വിളിച്ചു പറയുന്നത്. ഈ വിളിച്ചു പറയുമ്പോൾ പരാതികൾ വിളിച്ചു പറയുന്നതിൻ്റെ ചിലതെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മേറ്റുമാരെ വിളിക്കാറുണ്ട്. അപ്പോൾ മേറ്റുമാരും പരാതിയാണ് പറയുന്നത്. ആ മേറ്റുമാർ പരാതി പറയുമ്പോൾ ഞാൻ അതെന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിലെ എഞ്ചിനീയർമാരെ വിളിക്കാറുണ്ട്. പല പഞ്ചായത്തുകളിലാണ്. അവരും പരാതിയാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാറുണ്ട്, അവരും പരാതിയാണ്. സെക്രട്ടറിയെ വിളിക്കാറുണ്ട്, അവരും പരാതിയാണ്. പക്ഷേ എല്ലാവരും ഇത് പരാതികൾ പരിശോധിച്ച് വന്നപ്പോഴാണ്, എനിക്കങ്ങനെ ജോലിയില്ല, പരിശോധിക്കാൻ ആരും ചുമതലപ്പെടുത്തി. പക്ഷേ ഒരു ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ഒരു അക്കാഡമിക്കായി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നോക്കിയപ്പോഴാണ് പ്രശ്നം അജ്ഞതയാണ്. യഥാർത്ഥ പ്രശ്നം അജ്ഞതയാണ്. ഇത് സംസ്ഥാന മിഷൻ ഇത് ആലോചിക്കണം. സംസ്ഥാന മിഷൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അജ്ഞതയാണ്. 256 ജോലി ചെയ്യാമെന്നുള്ള ലിസ്റ്റുണ്ട്. 3 വർഷമോ 4 വർഷമായ മേറ്റ് പോലും ആ ലിസ്റ്റ് കണ്ടിട്ടില്ല. അവരെ കുറ്റമല്ല, അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ചില ക്ലാസ്സുകൾ നടത്തും, എല്ലാവരും കൂടെ ഇരുത്തി കുറേ കാര്യങ്ങൾ പറയും. ഇതിനെ സംബന്ധിച്ച് ലിറ്ററേച്ചർ കൊടുക്കാറില്ല, ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് തയ്യാറാക്കാറില്ല, ഇതിനെ സംബന്ധിച്ചുള്ള നിരന്തരം ക്ലാസ്സുകൾ നടക്കാറില്ല. ഒരു ലിറ്ററസി തന്നെ നടക്കേണ്ടതുണ്ട്. ഒരു തൊഴിൽ ലിറ്ററസി തന്നെ, തൊഴിലുറപ്പ് ലിറ്ററസി തന്നെ നടപ്പിലാക്കേണ്ടതാണ് സംസ്ഥാനത്ത്. എന്താണ് വിഷയം? ഒരാളിന് ജോലി വേണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെ വേണമെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ 15 ദിവസത്തിനകത്ത് ജോലി കൊടുക്കണം. ഒന്നാമത്തെ നിയമം. ജോലി കൊടുത്താൽ 14 ദിവസത്തിനകത്ത് ശമ്പളം കിട്ടണം. ശമ്പളം കിട്ടി ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വേതനം കൊടുക്കും പോലെ വേതനം കൊടുക്കണം. എത്ര പേർക്ക് വേതനം കിട്ടി? ഈ എന്നോട് വിളിച്ച് പരാതി പറയുന്ന അമ്മമാരും സഹോദരങ്ങളും മേറ്റുമാരും എല്ലാം പഞ്ചായത്തിൽ പറയണമെന്ന്, നിങ്ങൾക്ക് എന്ത് തരാൻ, നിങ്ങൾ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് തരണമെന്ന്. ഞങ്ങൾക്കിതാ 100 ദിവസം ജോലി തരാമെന്ന് പറഞ്ഞ് വർഷം ഇത്രയും മാസം ഇത്രയായി, ഞങ്ങൾക്ക് ഇത്ര ദിവസം ജോലി തന്നിട്ടുള്ളൂ. ഒന്നിൽ അടിയന്തരമായി ജോലി തരണം, അല്ലെങ്കിൽ തരാത്ത ജോലിക്കുള്ള കഴിഞ്ഞ എന്ത് തരണം, തൊഴിലായ വേതനം തരണം. കഴിഞ്ഞ വർഷം 100 ദിവസം ജോലി തന്നിട്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് എഴുതി കൊടുക്കുക. കഴിഞ്ഞ വർഷത്തെ അത് എഴുതി കൊടുക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 70 ദിവസം ജോലി കിട്ടിയുള്ളൂ, അടിയന്തരമായിട്ട് ഉടനെ തന്നെ ഞങ്ങൾക്ക് ബാക്കി പൈസ തൊഴിലായ വേതനം തരണമെന്ന്. ഇതാണ് നിയമം. അടുത്ത് വരുന്ന നിയമം എന്താണ്? 14 ദിവസത്തിനകത്ത് കിട്ടിയില്ലെങ്കിൽ പലിശ തരണം. നിങ്ങൾക്ക് താമസിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം 2 മാസം കഴിഞ്ഞ വർഷത്തത് കിട്ടാത്ത സംഭവം ഉണ്ടെന്നാണ് പറയണത്. ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മേറ്റിനോട് പറഞ്ഞു, മേറ്റ് എന്ന് അവിടെ ഇതൊന്നും കാര്യം, എഴുതി കൊടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി കൊടുക്കൂ. ഞങ്ങൾക്ക് പലിശ തരണം, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്, 14 ദിവസത്തിനകത്ത് ശമ്പളം പൈസ കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ കൂലി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം പലിശ തരണമെന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ ഇനി വേറൊരു ന്യായം കൂടെയുണ്ട്. അഡീഷണൽ ആക്ഷൻ പ്ലാൻ എന്നൊരു പരിപാടിയുണ്ട്. അത് എടുത്തേ പറ്റൂ. അപ്പോൾ എന്താണ് അഡീഷണൽ ആക്ഷൻ പ്ലാൻ? മറ്റ് പ്രോജക്റ്റുകൾ, ഇപ്പോൾ ലൈഫ് പദ്ധതി, മറ്റ് പ്രോജക്റ്റുകളാണെങ്കിൽ ഒരു സ്കീം നിശ്ചയിക്കും. ഇപ്പോൾ 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതിക്ക് തന്നു, ഞാൻ ഉദാഹരണം പറയുന്നതാണേ, 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതി തന്നു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കകത്ത് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പഞ്ചായത്തിൽ SC/ST ഫണ്ട് ഇത്ര ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കകത്ത് എടുക്കാൻ പറ്റും പദ്ധതി. കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ടോട്ടലിന് ഇത്രയെന്നൊക്കെ ഉണ്ട്. അതേസമയം തൊഴിലുറപ്പ് അങ്ങനെയല്ല, ഡിമാൻഡ് ബേസ്ഡ് ആണ്, ആവശ്യ അധിഷ്ഠിതമാണ്. തൊഴിലിൻ്റെ സാധ്യത എത്ര പഞ്ചായത്തിലുണ്ടോ, അതിൻ്റെ ആവശ്യം എത്രയുണ്ടോ അതിൻ്റെ അധിഷ്ഠിതമാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 5000 ആളുകൾ തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ 5000 പേർക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കണമെങ്കിൽ 5 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതിനാവശ്യമായി ആക്ഷൻ പ്ലാൻ ഒന്നിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാർട്ടായിട്ട് ഉണ്ടാക്കിയാൽ വീണ്ടും അഡീഷണൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് വർഷം മുഴുവൻ നിങ്ങൾക്ക് അഡീഷണൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. ഇത് 6 മാസം 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ തീരുമാനം വരും. അപ്പോൾ നിങ്ങൾക്ക് LD വർക്ക്, ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ, കല്ല് കയ്യാല, മൺ കയ്യാല, അല്ലെങ്കിൽ തരിശുഭൂമി ഒരുക്കലാണ് ഈ ശരിക്കും പറഞ്ഞ LD എന്ന് പറഞ്ഞത്. അപ്പോൾ തരിശുഭൂമി ഒരുക്കൽ പരിപാടിയൊക്കെ അതിൻ്റെ തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം കുറവാണ് അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അഡീഷണൽ ആക്ഷൻ പ്ലാൻ കൊടുക്കുക. അങ്ങനെ എന്നും നിങ്ങൾക്ക് പുതുക്കിക്കൊണ്ടിരിക്കാവുന്ന കൂടുതൽ പണം കൊണ്ടുവരാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ടാണ് പല എഞ്ചിനീയർമാരും ഇരിക്കുന്നത്. ദയവായി നിങ്ങളത് ചെയ്യരുത്. ഒരു തൊഴുത്ത് 3 പശുവുള്ള തൊഴുത്ത് 5 പശുവുള്ളൊരു വീട്ടുകാർക്ക് 3 പശുവിൻ്റെ തൊഴുത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി കൊടുത്തിട്ട് 2 പശു മഴയത്തും വെയിലത്തും നിൽക്കുന്ന പഞ്ചായത്ത് എനിക്കറിയാം. ഞാൻ അത്രയും ആധികാരികമായിട്ട് ഉള്ളി തൊലിക്കും പോലെ പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല, എനിക്കറിയാം. പക്ഷേ 2 പശു മഴയത്താണ് നിൽക്കുക. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഓലയൊക്കെ കുത്തിപ്പിടിച്ച് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് പശുക്കളെ നനയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ പശുക്കളും കുറച്ച് ദിവസം നനയുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ട് 5 പശുവിനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്തുകൂടാ? അവിടെ ചിലപ്പോൾ ചിലയിടത്തെല്ലാം മുന്നേ 5 പശു പ്രസവിക്കുകയും ചെയ്യും. 10 പശു നിങ്ങൾ 3 പശുവിനുള്ളത് കൊടുത്താൽ മതി പൈസ ഉള്ളെങ്കിൽ. പക്ഷേ 10 പശു 3 പശുവിനുള്ളതല്ലേ, ശരിക്കും പറഞ്ഞാൽ എത്ര പശുവിനുള്ളതും കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് കൊടുത്താലും എസ്റ്റിമേറ്റ് ഡിഫറൻ്റ് ആയിരിക്കണം. നിങ്ങൾ യുണീക്കായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി കൊടുക്കണം. അതിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എസ്റ്റിമേറ്റ്, ഒരു ഇതായിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് എല്ലാവർക്കും
ആനയ്ക്കും പശുവിനും പോത്തിനും ആടിനും തൊഴുത്തുകൂട്ടിനും എല്ലാം ഒറ്റ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എണ്ണ, അങ്ങനെ പറ്റില്ല. അതുപോലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞല്ലോ, പാർട്ട് ബില്ല് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ ഫുൾ ബില്ല് തയ്യാറാക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. പാർട്ട് ബില്ല് തയ്യാറാക്കണം. ഇങ്ങനെ 256 ജോലി ഞാൻ പറയുന്നു. എനിക്ക് തൊഴിലുറപ്പുകാരോട് പറയാനുള്ളത്, മേറ്റുമാരോട് പറയാനുള്ളത്, എഞ്ചിനീയർമാരോട്, പഞ്ചായത്തുകാരോട്, സെക്രട്ടറിയോട്, മിഷൻകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് പഠിക്കുക. ഞാൻ എന്നെ വിളിക്കുന്ന പല ആളുകളോട് ഞാൻ ചോദിച്ചു, 5 വർഷമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇതിനകത്ത്. മേറ്റുമാരും എഞ്ചിനീയർമാരും ഉണ്ട്. എഞ്ചിനീയർമാർ 5 വർഷമായി ജോലി ചെയ്യുന്ന എഞ്ചിനീയറോട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് 256 പരിപാടിയും പറഞ്ഞു തരാൻ അറിയില്ല. കാണാതെ പറയണ്ട, കണ്ടും പറയാൻ അറിയില്ല. ഡോക്യുമെൻ്റ് കണ്ടിട്ടുമില്ല അദ്ദേഹം. അത് പറ്റില്ല. നിങ്ങളിത് കാണുക, പഠിക്കുക. തൊഴിൽ അവകാശമാണ്, ഇതാരുടെയും ഔദാര്യമല്ല. അത് കൊടുത്തേ കഴിയൂ, അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം ഒരു ദിനം ഉയരുക തന്നെ ചെയ്യും.